നമസ്കാരം, ഞാൻ ശ്രുതിനിധി. ശ്രുതിസ് കുക്കറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മരുന്ന് കഞ്ഞിയോ അല്ലെങ്കിൽ ഉലുവക്കഞ്ഞിയോ ഒക്കെ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അവർ അതിന് പകരം ചിലപ്പോൾ മരുന്നുണ്ടൊക്കെ കഴിക്കുന്നവരായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മൾ മരുന്നുണ്ടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മരുന്നുകളിൽ ചവർപ്പുണ്ടെന്ന് വിചാരിക്കേണ്ട, അങ്ങനെയൊന്നും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ഈ ഉണ്ട ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ ഈ മരുന്നുണ്ടയിൽ ഉപയോഗിക്കുന്ന ഒരു ചേരുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞവരരി ആട്ടാ. ഈ ഞവരരീനെ നവരരി എന്നൊക്കെ പറയും. ഇതിപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങും കേട്ടോ. പിന്നെ നമ്മളിവിടെ ഒരു കപ്പോളം എടുത്തിട്ടുണ്ട്. അതായത് 250 ml കൊള്ളുന്ന കപ്പിൽ ഒരു കപ്പ് ഞവരരിയാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ അതിൽ വെള്ളം പോകാനായിട്ട് ഇതുപോലത്തെ ഒരു അരിപ്പയിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം ഇതിങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ഒരുവിധം പോയിട്ടുണ്ട്. അധികം നേരമൊന്നും വെക്കേണ്ട കേട്ടോ, പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ പോയി കിട്ടും. അപ്പോൾ വെള്ളം ഒരുവിധം പോയതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഈ അരിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഔഷധ ഗുണങ്ങളൊന്നാട്ടോ. ഇത് വെച്ചിട്ട് ഇങ്ങനെ ഞവര കിഴിയില്ലേ, അത് കിഴി വെക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്, വാദത്തിനൊക്കെ ആയിട്ട്. പിന്നെ ഇത് വെച്ചിട്ടുണ്ടാക്കുന്ന കഞ്ഞി എന്ന് പറയുന്നത് ഇത് പ്രായക്കാർക്കും കുടിക്കാവുന്ന ഒരു ഉത്തമ ആഹാരമായിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഇനി വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു ചീനച്ചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി. അപ്പോൾ ഇങ്ങനെ വറക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പഴയ എന്തെങ്കിലും ഒരു പാത്രം എടുക്കുന്നതായിട്ട് നല്ലത്. നോൺ സ്റ്റിക്ക് പാനിലൊക്കെ നമ്മൾ വറക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ എല്ലാം വറവൽ കഴിയുമ്പോഴേക്കും അതിൽ കോറലൊക്കെ വീണ് നാശമാവും. നമ്മളിപ്പോൾ അതൊരു മരത്തിൻ്റെ കയ്യിൽ ഉപയോഗിക്കുകയാണെങ്കിൽ പോലും. അപ്പോൾ കഴുകി വെച്ചിരിക്കുന്ന ഈ അരിയെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് ഇതിൽ വെള്ളം നനവൊക്കെ നന്നായിട്ടുണ്ടാവും. അപ്പോൾ അത് പോയി വരുന്നവരെ നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഈ അരിയിൽ വെള്ളം നനവൊക്കെ പോയിട്ട് പിന്നീട് ഇത് നല്ല റോസ്റ്റ് ആയിട്ട് വരാനായിട്ട്, അതായത് നമ്മളിത് കടിച്ചു നോക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കണം, നല്ല കറുമുറാന്ന് ഇങ്ങനെ ഇരിക്കണം. ആ ഒരു രീതിയിലാവണ വരെ നമുക്കിത് വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്ക് വേണ്ടി വരും. അതാണ് ഇതിൽ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. അതോടുകൂടി തന്നെ നമ്മളിതിലെല്ലാ സാധനങ്ങളും വറുത്തെടുക്കും ചെയ്യും. അപ്പോൾ ആ സമയം വരെ നമുക്കിത് ഇളക്കിയെടുക്കേണ്ടി വരും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടിരുന്നിട്ട് ഒരു 3-4 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ തന്നെ ഈ അരിയിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ അരി ഇങ്ങനെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. നല്ല ക്രിസ്പി ആയി നല്ലതായിട്ട് പറയുന്നത് അരിയിലുള്ള വെള്ളത്തിൻ്റെ നനവൊക്കെ ഒന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലോട്ട് ഒരു 2 കഷ്ണം ഇതുപോലത്തെ വലുപ്പത്തിലുള്ള ചുക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു 6-7 ഏലക്കായ കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 7 ഏലക്കായാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏലക്കായുടെ ഫ്ലേവർ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാട്ടോ. അപ്പോൾ ചുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങളിത് പൊടിക്കുന്ന സമയത്ത് ഒന്ന് ചതക്കായിരിക്കും നല്ലത്. എന്നാലാണ് മിക്സിയിൽ ഇത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഏതെങ്കിലും സമയത്ത് നിങ്ങളൊന്ന് ചതച്ചിട്ട് ചേർക്കാൻ നോക്കുക. അപ്പോൾ എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. കാരണം ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അത് പെട്ടെന്ന് ഇനി ആവും കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു 4-5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതുപോലെ നന്നായിട്ട് ഇതിന്ന് നന്നായിട്ട് ഇങ്ങനെ പുക ഇങ്ങനെ വരുന്നുണ്ടാവും. അതായത് ചട്ടി നന്നായിട്ട് ചൂട് പിടിച്ച് കിടക്കുന്ന സമയമാണിത്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലോട്ട് ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ 2 ടേബിൾ സ്പൂൺ ഉലുവ ചേർക്കുന്നതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊരു കയ്പ്പരസം ഉണ്ടാവും. പിന്നെ നമ്മളിതിൽ കയ്പ്പരസം കുറയ്ക്കാനായിട്ട് ധാരാളം ഇതിൽ ശർക്കര നീര് ചേർക്കുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉലുവയുടെ അളവൊക്കെ കൂട്ടി കുറയ്ക്കുക എന്തിട്ടാണെങ്കിൽ ചെയ്യാം കേട്ടോ. കൂട്ടും തോറും നമ്മൾ ഉലുവയുടെ കയ്പ്പ് അതിനറിയാൻ പറ്റും. അപ്പോൾ നമ്മളിത് കറിക്കൊക്കെ താളിക്കാനായിട്ട് കഴുകി ഉണക്കി എടുത്ത് വെച്ചിരിക്കുന്ന ഉലുവയാട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരിട്ട് തന്നെ ഇട്ട് കൊടുത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അങ്ങനെ കഴുകി വെച്ചിരിക്കുന്ന ഉലുവില്ലെങ്കിൽ നിങ്ങൾ കഴുകിയതിന് ശേഷം വെള്ളം ഒന്ന് വാന്ന് കളഞ്ഞിട്ട്, നമ്മൾ നേരത്തെ ഞവരരി അങ്ങനെ വെള്ളം വാലാനായിട്ട് വെച്ചില്ലേ, അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ വെള്ളം വാന്ന് കളഞ്ഞിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഒരു 4 മിനിറ്റൊക്കെ കഴിയുന്ന സമയത്ത് നമുക്കിതിലോട്ട് എള്ള് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ കഴുകിയിട്ട് ഇതുപോലെ വെള്ളം മാലാൻ വെച്ചിട്ടുള്ള എള്ളാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഇതിനും കൂടുതൽ മരുന്നുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള മരുന്നുണ്ടേരെ വീഡിയോ നമ്മൾ ആദ്യമേ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ പോയിട്ടൊന്ന് നോക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അതിലൊന്ന് പോയിട്ട് ക്ലിക്ക് ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞികളുടെ ലിങ്കും കൂടി ഞാൻ താഴെ കൊടുക്കാം, കർക്കിടക കഞ്ഞീരെ, അതും കൂടി ഒന്ന് കണ്ടു നോക്കണേ. എന്നിട്ട് ഇതുപോലെ ഇത് നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്തിട്ട് കഴിഞ്ഞാൽ ഇളക്കാതെ ഇരിക്കരുത് കേട്ടോ. ഇളക്കാതെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിയിലുള്ളത് മാത്രം ഇങ്ങനെ ചൂട് പിടിച്ച് കരിയും, ബാക്കിയുള്ളിടത്തൊന്നും ആവാണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മളിത് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഇളക്കിയാൽ മതിയാവും. അപ്പോൾ ഇങ്ങനെ ഒന്ന് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് 1 കപ്പ് അവിലാണ് ചേർക്കേണ്ടത്.
അപ്പോൾ നമ്മളിവിടെ 1 കപ്പ് മട്ടവിലാണ് ചേർക്കുന്നത്. അപ്പോൾ മട്ടവിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ ചേർക്കാൻ നോക്കുക, കാരണം മട്ടവിൽ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ സമയത്ത് ഞാനൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈ അവിലും കൂടി ഒന്ന് ക്രിസ്പി ആയി വരുന്ന സമയം നമുക്ക് ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ആ സമയം കൊണ്ട് തന്നെ ബാക്കിയെല്ലാം നമുക്ക് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മളിതൊന്ന് കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. കഴിച്ച് നോക്കിയപ്പോൾ അരി ഒരുവിധമായിട്ട് കിടക്കുകയാണ്. പിന്നെ ഉലുവയും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളിതൊന്നൊന്ന് കടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ എല്ലാം ഒന്ന് കടുമുടൂന്ന് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതായിട്ടുണ്ടെന്നാണ് അർത്ഥം. തണുത്ത പോലെ ഇരിക്കരുത്. അപ്പോൾ അങ്ങനെ മുരിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ഒന്നും കൂടി നിന്ന് ആക്കേണ്ടി വരും. അപ്പോൾ ഈ അവിൽ ഈ ക്രിസ്പി ആവുന്ന സമയം എനിക്ക് ഇനി വേണ്ടോ അപ്പോൾ തന്നെ എള്ളും ആവും. അപ്പോൾ അവിലായോന്ന് ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഇങ്ങനെ പൊട്ടും. അല്ലെങ്കിൽ നമുക്ക് കഴിച്ചു നോക്കാം. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ അവിലൊക്കെ ആയിട്ടുണ്ട്. കണ്ടില്ല, ഉലുവേരെ കളറൊക്കെ മാറിയിട്ടുണ്ട്. എള്ളും ഇപ്പോൾ കഴിച്ചു നോക്കി നമുക്കറിയാൻ പറ്റും ആയിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഇതിപ്പോൾ ഒന്ന് എല്ലാം ഒന്ന് കഴിച്ച് നോക്കുക. അപ്പോൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എല്ലാം ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്ലെയിം ഈ സമയത്ത് തന്നെ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ ചേരുവകളും പ്രത്യേകം ഇട്ടിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഞാനെപ്പോഴും ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. ഇതാകുമ്പോൾ കൂടുതൽ സമയമൊന്നും എടുക്കില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എളുപ്പമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പിന്നെ കൂടുതൽ സമയം എടുക്കുന്നത് ആദ്യയുടെ ആ ഒരു രീതിയിൽ ഇങ്ങനെ ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ ഇതേ ഓർഡറിൽ സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ചെയ്തെടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ വറുത്തെടുക്കാൻ പറ്റും. പിന്നെ ഇത് ഒന്ന് ചൂടാറണം. ഒന്ന് ചൂടാറിയതിന് ശേഷം ഇത് മിക്സിയുടെ ബൗളിലേക്ക് ആക്കി കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നാളികേരവും പിന്നെ ശർക്കരയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ ഒരു 2 കപ്പോളം ചിരകിയിട്ടുള്ള നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഉണ്ട ദിവസത്തിൽ 2 അല്ലെങ്കിൽ 1 ഒക്കെയാണ് കഴിക്കുള്ളൂ. അപ്പോൾ ഇത് കുറച്ച് ദിവസം നമുക്ക് എന്തായാലും എടുത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ പെട്ടെന്ന് നാശമാവാൻ പാടില്ലല്ലോ നാളികേരമൊക്കെ ചേർക്കുമ്പോൾ. നാളികേരം ചേർക്കുന്നത് കുറച്ചും കൂടി ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. നാളികേരം ഇല്ലാണ്ട് നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. അത് നിങ്ങളുടെ ഹെൽത്തിനനുസരിച്ചിട്ട് നോക്കിയിട്ട് എങ്ങനെയാണെങ്കിൽ ചെയ്യാം. നാളികേരം ചേർക്കുന്നവരാണെങ്കിൽ ഇതുപോലെ ഇതൊന്ന് ചൂടാക്കണം. അപ്പോൾ ചൂടാക്കാനായിട്ട് ഞാൻ സെയിം പാത്രത്തിൽ തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. ലോ ഫ്ലെയിമിൽ 5 മിനിറ്റോളം മാത്രം ഇളക്കിയാൽ മതിയാവും. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ചൂട് കയറി ആയാൽ മതി. അല്ലാണ്ട് അതിൻ്റെ കളറൊന്നും മാറി വരണ്ട. അപ്പോൾ ഇത് ഇളക്കാതെ ഇരിക്കരുത് കേട്ടോ. ഇളക്കാതെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിഭാഗത്തുള്ളത് മാത്രം കളറ് മാറി ഒരു ബ്രൗൺ കളറായിട്ട് വരും. ബാക്കിയുള്ളിടത്തൊന്നും ആവില്ല. ആ രീതിയിൽ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ 5 മിനിറ്റ് നേരം നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ടിത് ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ടിത് ഒരു ക്ലീൻ ആയിട്ടുള്ള വെള്ളമൊന്നും ഇല്ലാത്ത ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്ന കയ്യിലുകളായാലും മിക്സിയുടെ ബൗളൊക്കെ ആയാലും വെള്ളം നനവൊന്നും ഇല്ലാതെ എടുക്കണം. കാരണം നമുക്കിത് എടുത്ത് വെക്കേണ്ടതാണ് കുറച്ച് ദിവസം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിൽ വെള്ളം നനവൊന്നും ഇല്ലാത്ത ഈർപ്പമില്ലാത്ത പാത്രങ്ങൾ എടുക്കാൻ നോക്കുക. പിന്നെ നമുക്കിതിലേക്കുള്ള ശർക്കരപ്പാനിയാണ് റെഡിയാക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ഒരു 1.5 കപ്പ് ഇതുപോലെ പൊടിച്ച് വെച്ചിട്ടുള്ള ശർക്കരയാണ്. ഞാനിങ്ങനെ വലിയ ബെല്ലങ്ങൾ ഇങ്ങനെ ചതച്ച് ഇടിക്കല്ലിൽ വെച്ച് ചതച്ച് ഇങ്ങനെ എടുത്തിട്ടുള്ളതാണ്. ഈ ഒരു കപ്പിൻ്റെ അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു കപ്പിൽ ഞാൻ ഒരു 1.5 കപ്പ് ശർക്കരയാണ് എടുത്ത് നോക്കുന്നത്. ഈ കപ്പിൽ തന്നെയാണ് എല്ലാ സാധനങ്ങളും അളന്നിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏതൊരു പാത്രത്തിലാണ് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം അതേ സെയിം പാത്രത്തിൽ തന്നെ അളക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇതിൽ ഒരു 1.5 കപ്പോളം ശർക്കര എടുത്തിട്ടുണ്ട്. അതൊരു നല്ല മധുരത്തിന് വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു ഉലുവേരെ കയ്പൊന്നും അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കായാൽ പോലും ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് ഇതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ശർക്കര നന്നായിട്ടൊന്ന് ഉരുകി വന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ശർക്കരപ്പാനി നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ ചട്ടിയിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല നാളികേരം, അതിലോട്ട് ഈ ശർക്കരപ്പാനിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അരിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ചേർക്കാനായിട്ട്. ഇതിൽ ഒരുപാട് കരടും അഴുക്കൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അരിച്ചതിന് ശേഷം വേണം നമ്മളിത് ചേർക്കാനായിട്ട്. എന്നിട്ട് ഈ നാളികേരവും ശർക്കരപ്പാനിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ മിക്സിയുടെ ബൗളിലിട്ടിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാം കൂടിയിട്ട്. ആ പൊടി കുറേശ്ശെ ഇതിലോട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ കുറേശ്ശെ ഇട്ടിട്ട് യോജിപ്പിച്ചെടുത്തപ്പോൾ ഏകദേശം ഇങ്ങനൊരു പരുവത്തിലാട്ടം വന്നിട്ടുള്ളത്. ഇങ്ങനൊരു പരുവത്തിൽ തന്നെയായിരിക്കും ഇത് വരിക. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മളിതിൽ ധാരാളം ശർക്കരപ്പാനി ചേർക്കുന്നുണ്ട്. ആ ഒരു കയ്പും ഇതൊക്കെ ഒന്ന് അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചേർക്കുന്നത്. ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മൂടി വയ്ക്കാം. അങ്ങനെ നമ്മളിത് കുറച്ച് നേരം അടച്ചു വെച്ച ശേഷം ഇത് തുറന്നെടുക്കുക.
അതായത് നമ്മളിത് ഉരുട്ടാൻ പറ്റുന്ന സമയമാകുമ്പോൾ ഇത് എടുത്താൽ മതി. ഏകദേശം ഒരു അരമണിക്കൂറിനും കൂടുതലൊക്കെ എടുക്കും. അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിത് എടുത്തത്. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമ്മൾ ഈ പൊടിച്ച് വെച്ചതൊക്കെ ഈ ശർക്കര പാനിയിൽ കിടന്നിട്ട് കുതിർന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് ശരിക്കും നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും. ബോളുകളാക്കിയിട്ട് ഇതുപോലെ ഉണ്ട പോലെ എടുക്കാൻ പറ്റും. ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ എടുത്തിട്ട് ഇതുപോലെ ഉണ്ടകളാക്കി എടുക്കുക. എന്നിട്ട് ഒരു ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് ആവശ്യാനുസരണം രാവിലെ ആണെങ്കിൽ രാവിലെ, വൈകിട്ടാണെങ്കിൽ വൈകിട്ട് എപ്പോഴാണ് കഴിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മരുന്ന് പോലെ ഇല്ല കേട്ടോ, ശരിക്കും ഉണ്ട പോലെ തന്നെ നമുക്ക് ആസ്വദിച്ച് കഴിക്കാം. കാരണം നമ്മളിപ്പോൾ ഇതിൽ അധികം ഉലുവയൊന്നും ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് അധികം കയ്പുണ്ടാവില്ല. പിന്നെ ഉള്ള കയ്പ് അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ധാരാളം ഇതിൽ ശർക്കരപ്പാനി ഉപയോഗിച്ച് ഇങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയല്ല കേട്ടോ, ഞാൻ ശരിക്കും ഫോട്ടോ എടുക്കുന്ന സമയമായപ്പോഴേക്കും ഇത് കറക്റ്റ് ഇങ്ങനെ ഉറച്ചിട്ട് ഇങ്ങനെ ഷേപ്പൊക്കിലൊക്കെ ആക്കിയെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മളിങ്ങനെ പിടിക്കുന്ന സമയത്ത് അത്രയ്ക്ക് അങ്ങോട്ട് ഉറച്ചിട്ടുണ്ടായിരുന്നില്ല, എന്നാലും നമുക്ക് ഓരോ ഉണ്ടകളാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ കുറച്ചും കൂടി ഒന്ന് ബലം വെച്ചത് ഞാൻ ഫോട്ടോ എടുക്കുന്ന സമയത്തേക്കായിരുന്നു. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഉണ്ട എല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. മാത്രമല്ല നമുക്ക് ഹെൽത്തി ആയിട്ടൊരു ഉണ്ട കഴിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ഉണ്ട ഉണ്ടാക്കിയാൽ ആ മരുന്നിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും ഇല്ലാണ്ട് തന്നെ, ആ കയ്പൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ ഇങ്ങനെ മരുന്നുണ്ട കടകളിലൊക്കെ ഒന്ന് വാങ്ങി കിട്ടുന്നതാണ് അമ്മ പറയുന്നത് കേട്ടത്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ നാട്ടിലും അങ്ങനെ മരുന്നുണ്ട കഴിക്കണവരൊക്കെ ആണെങ്കിൽ, നിങ്ങൾ ഉണ്ടാക്കണവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഈ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ അല്ലേ സെലക്ട് ചെയ്ത് നോക്കണമെന്നും കൂടി നോക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ അതും കൂടി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമാണ് നമ്മൾ ഇനിയൊരു നാളൊരു വീഡിയോ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് മാത്രം കണ്ടാൽ മതി. ഇഷ്ടമില്ലാത്തതാണെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കളയാം. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണുന്നവരെ നിങ്ങളെല്ലാവരും നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഹെൽത്തി ആയിട്ടും സന്തോഷമായിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടിരുന്നതിൽ ഒരുപാട് നന്ദി. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.